സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് എത്രയാണ് 11. സോ അവസാനം നമ്മുടെ സ്കിന്ന് നമുക്ക് തിരിച്ച് കിട്ടി ഗൈസ്. സ്കിന്ന് കഴിഞ്ഞ അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലാണ് നമുക്ക് നമ്മുടെ സ്കിന്ന് തിരിച്ച് കിട്ടിയത്. കഴിഞ്ഞ അടുത്ത എപ്പിസോഡ് നമ്മൾ ഇവിടുത്തെ ഈ സ്റ്റോറേജ് ഹൗസ് സെറ്റാക്കി. സോ ഞാൻ ഇപ്പം സ്റ്റോറേജിൻ്റെ ഹൗസ് ഞാനിങ്ങനെ എല്ലാ സംഭവം ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവം ലേബിൾ ചെയ്ത് രണ്ട് സൈഡ് ഫുള്ള് സെറ്റാക്കിയില്ലെങ്കിലും എന്നാലും ഏകദേശം അത്യാവശ്യം ഇത് ലേബിലായി വെച്ചിട്ടുണ്ട്. സോ ഈ സൈഡിൽ അത്രയും ലേബിലാക്കി വെച്ചിട്ടില്ല. സോ പറയുമ്പോഴൊക്കെ എന്താ പോലെ. പിന്നെ ഞാൻ ഈ ഷെൽഫ് നമ്മുടെ ട്രിമ്മ് വെക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അതെനിക്ക് തോന്നി അത് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് കാണാൻ ഒരു രസം. സോ പിന്നെ എന്നാ പരിപാടി ചോദിച്ചാൽ പിന്നെ നമ്മുടെ അവിടെ ഇരുന്ന് നമ്മുടെ ആ പന്നിയുടെ മേളിൽ ഇരുന്നൊരു സാധനം ഇല്ലായിരുന്നു. പന്നിയുടെ മേളിൽ സോംബി ഇരുന്നത് അതെന്തോ കാരണം കൊണ്ട് ഡിസ്പോൺ ആയിപ്പോയി. പിന്നെ ഉള്ളത് നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ വേറെ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ക്രീപ്പർ ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ബെറ്ററൊക്കെ ആയതുകൊണ്ട് ഇത്ര നല്ല എഫിഷ്യൻ്റ് ആയിട്ടൊന്നും ഇത് വർക്കാകത്തില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഗൺ പൗഡർ ഇവിടെ നിന്ന് സെറ്റാക്കാൻ പറ്റും. ഇത് പണിഞ്ഞിട്ട് AFK എന്നാൽ അത്യാവശ്യം പെട്ടെന്ന് ഗൺ പൗഡർ കിട്ടുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഉള്ളത് ഞാൻ ഇവിടെ ആയിട്ട് ഒരു ഇതുണ്ടാക്കി. ഇതിൻ്റെ സമയത്തിൻ്റെ പേര് തന്നെയായിരുന്നു. നമ്മുടെ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇത് ഇട്ട് ഓണാക്കി കൊടുത്താൽ ബോൺവീൽ ഇട്ട് ഓണാക്കി കൊടുത്ത് ഇതങ്ങ് വീണുകൊണ്ടിരിക്കും. ഇതും അത്യാവശ്യം എനിക്ക് യൂസ്ഫുള്ളാണ്. കാരണം നേരെ ബോൺവീലൊക്കെ ഇട്ട് നേരെ അങ്ങ് സെറ്റാക്കി നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇത് ഞാൻ വന്ന് നോക്കി, ഇത് ഫുള്ള് നിറഞ്ഞതല്ലേ, ഇത് ഫുള്ള് നിറഞ്ഞ് ഇതൊന്ന് എടുത്ത് മാറ്റണമല്ലേ. സോ അത് പിന്നെ ഞാൻ കണ്ട എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ഉണ്ട്. ഞാൻ പണിയുന്ന എല്ലാ ഫാമും ഇങ്ങനെയാണ്, എല്ലാം എഫിഷ്യൻ്റാണ്. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മുടെ നെതറിൽ ചെന്ന് തെണ്ടാൻ പോവുകയാണ്. നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വല്ല ബാസ്റ്റിനോ വല്ല കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. സോ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാകുമായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ കുറേ മൈൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് വിഷയമില്ല. ഇതിൻ്റെ ആകാശമൊക്കെ എന്തിയുടെ രാത്രി ആയതുകൊണ്ടായിരിക്കും. സോ അകത്ത് കയറിയിട്ടുണ്ട്. സോ ഇവിടെയായിട്ട് നമ്മുടെ ബ്രീഡറിയിലുള്ള വില്ലേജസ് വല്ലതും ഉണ്ടോ? കുറച്ചുണ്ട്, വിഷയമില്ല. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ താരേക്ക് നമ്മുടെ എൻഡർമാൻ സ്പോണാന്നൊരു ബയോമുണ്ടല്ലോ, ആ ബയോമിലേക്ക് നമുക്കിവിടെ എത്തും. എൻ്റെ ക്രിംസം അതോ വാർപ്പോ ക്രിംസോ അങ്ങനെ കണ്ട് വരാനുള്ള എന്തൊരു ബയോമ് ഇതാണ് ബയോമ്. സോ ഇവിടെ എത്തും. സോ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നമുക്കൊരു സോൾ സാൻഡ് വാലി കിട്ടും. ഞാൻ ഇങ്ങനെ അങ്ങ് ബിൽഡ് ചെയ്ത് പോയതാണ്. പക്ഷേ ഒരു ഗോൾഡൻ ആപ്പിൾ എടുക്കായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും ചെറുതായിട്ട് മരം ലാഭമായി വീണ് ചത്തും, അതുകൊണ്ട് ഒരു ഗോൾഡൻ ആപ്പിൾ എടുക്കായിരുന്നു. അതുപോലെ സോ ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോൾ സാൻഡ് വാലി എത്തുന്നതിന് മുമ്പ് ഈ വൃത്തിയുടെ സ്ഥലത്ത് കണ്ടോ എവിടെയായാലും വന്ന് സ്പോൺ. ആ സൈഡിൽ ഒരു കാസ്റ്റ് ഉണ്ട്. സോ പോയി ചാകും. ഓക്കെ, അതവിടെ പോയി ചത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ SP ഒരു മിനിറ്റ്, അതിനാ മ്യൂസിക് ഡിസ്കോ ഗാസ്റ്റിനൊക്കെ കൊന്നാൽ മ്യൂസിക് ഡിസ്ക് കിട്ടും. അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് പുത്ത അപ്ഡേറ്റ് വന്ന മ്യൂസിക് ഡിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇതിപ്പം മൈൻക്രാഫ്റ്റ് ഏത് വേർഷനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. 1.23 ആണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എൻ്റെ വേർഷനിൽ ചെന്ന് നോക്കി എൻ്റെ 1.26 കൊണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്നാ പെട്ടെന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നല്ലേ. എനിക്ക് അയ്യോ. സോ ഇവിടെ എങ്ങാണ്ടായിരുന്നു ആ വരി, എന്തിയാ വരി? അതാണ്ട് ഇവിടെ ഈ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ചുമ്മാ അങ്ങ് അപ്ഡേറ്റ് ആയിരിക്കണ്ട. അതൊക്കെ പണ്ടത്തൊക്കെ അപ്ഡേറ്റ് 1.90 ഒക്കെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തി നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചുമ്മാ ചവർ പോലെ ഇറക്കുവാണ്. സോ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കുകയായിരുന്നു. സോ അങ്ങനെ ശല്യം വന്നിരിക്കുന്നു. സോ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ വന്നതായിരുന്നു കുറച്ച് സോൾ സാൻഡൊക്കെ വരാൻ വേണ്ടി, പിന്നെ കുറച്ച് ബോൺ ബ്ലോക്കും. സോ ഫസ്റ്റ് ഒന്ന് മുകളിൽ കയറട്ടെ. വൃത്തികെട്ടന്മാർ. ഓക്കെ, സോ അതേണ്ട ബോൺ ബ്ലോക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ശാഖ ഈ സ്കെൽട്ടന് ചുമ്മാ ഒന്ന് അങ്ങ് അമ്പ് ചെയ്തിടാന്നേ. ഒരു ഫ്ലെയിമൊക്കെ വെച്ച് വന്നേക്കുക. എന്നാ ശല്യമാണെന്ന് നോക്കിയോ. പോയി ചാക് കേട്ടോ. നീയും പോയി ചാക്. സോ ഇന്ന് നമുക്കൊന്ന് മേളിൽ കയറാം. ഇവിടെ ഉള്ളവന്മാരെല്ലാം കൊന്നിട്ടുണ്ട്. അതേപോലെ ബോൺ ബ്ലോക്കും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് മേളിൽ കയറാം. സോ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ഫോർട്രസ്സൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ. നോക്കാം ഫോർട്രസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വല്ല സോൾ സാൻഡ് വാലി വല്ല ഫോർട്രസ് ഉണ്ട്, സെറ്റാണ്. നമുക്ക് വല്ല വിതർ സ്കെൽട്ടൻ്റെ ഫാമൊക്കെ വേണമെന്ന് സെറ്റാക്കാം. സോ ഇതേണ്ട അടുത്ത ശല്യം. ഒന്ന് പോയി ചാക്. നിനക്കൊക്കെ വേറെ പണിയില്ലേ, ചാക്. എൻ്റെ പിന്നെ എന്നാൽ അമ്പേതരി. ഓക്കെ, അവനെ തട്ടിയിട്ടുണ്ട്. സോ അങ്ങോട്ട് അവിടെ വേറെ ഭയന്മാരുണ്ട്. ആ മരം നിൽക്കുന്നുണ്ടോ? വല്ല വാർപ്പിൻ്റെ ക്രിംസത്തിൻ്റെ വല്ല മരമാണെന്ന് തോന്നുന്നത്.
സോ ഈ ബോണും കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ. സോ ഇതെന്നാ സാധനം? ഒരു മിനിറ്റ്, ഇത് മറ്റു സാധനമല്ലേ? മറ്റേ എന്നായിരുന്നു എൻ്റെ പേര് എന്നായിരുന്നു? ഹാപ്പി കാസ്റ്റ്. ഈ സാധനം മൈൻക്രാഫ്റ്റ് ഉള്ള കാര്യം തന്നെ മറന്നു പോയിരുന്നു കേട്ടോ ഞാൻ. ലെറ്റ്സ് ഗോ. സോ ഇനി ഇതിനെ എങ്ങനെ എടുക്കണ്ടേ? പിക്കാക്സ് സ്കിൽ ടച്ച് ഉണ്ടല്ലോ, ഇതിങ്ങനെ വെച്ച് പൊട്ടിച്ചാൽ മതിയായിരിക്കല്ലേ? ലെറ്റ്സ് ഗോ ട്രൈഡ് ക്ലബ്. എന്നായിരുന്നു ഇതിൻ്റെ പേര് തന്നെ? ട്രൈഡ് ഗാസ്റ്റ്. ലെറ്റ്സ് ഗോ. സോ എന്തോ റെസിപ്പി അൺലോക്കായി. സോ ഇനി ഒരു കാര്യം ചെയ്ത് ഇതിനെ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെല്ലാം കേട്ടോ. താരം നിൽക്കുന്നത് ഗാസ്റ്റ്. സോ ഈ ഹാപ്പി ഗാസ്റ്റിൻ്റെ കാര്യം മറന്നുപോയി. ഇതേണ്ട പോയി ചാക്. അത്രേ ഉള്ളൂ. വീണ്ടും ഇതിനാണ് ഇത്. വീണ്ടും എനിക്കൊരു ഇത് കിട്ടി, മറ്റേ ഡിസ്ക്. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു. ഈ പ്രൊട്ടക്ഷൻ 400 കഴിഞ്ഞ് കാര്യമില്ല, ചുമ്മാടി കിട്ടുവാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇപ്പം ചാകും. ഓക്കെ, വീട്ടിലേക്ക് കയറട്ടെ. രാത്രിയാണോ രാവിലെയാണോ ആർക്കറിയാം. ഓക്കെ, രാവിലെയാണ്. വിഷയിലെന്തി വേൾഡ് എത്തി. കിട്ടി. സോ എനിക്ക് തോന്നുന്നത് ഇതിനെ ഇങ്ങനെ വെച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഗ്രാസ് ബ്ലോക്കിനെ എടുത്ത് ഇതിങ്ങനെ മൂടട്ടെ. ഈ ഗ്രാസ് ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കാണ്ട് ഇതും പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഹാപ്പി ഗാസ്റ്റിനെ എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവുമായിരിക്കും. അതെ, ആ പച്ച പാർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ ഇനി അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അത് എത്ര നേരം കറക്റ്റ് എനിക്ക് അറിയത്തില്ല, എത്ര നേരം എടുക്കുന്നൊന്നും. സോ ഇനി അത് വരട്ടെ. സോ ഇനി നമുക്ക് എന്നാ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ തല എന്തൊരു സാധനം കൂടി ഇടണം. ആ സാധനം ഉണ്ടാക്കാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കണ്ടേ? അത് എനിക്ക് ഇവിടെ എങ്ങാണ്ട് കാണും, നോക്കട്ടെ. ഓക്കെ വേണ്ട, ഇതന്നെ ഹാർനസ്. അത് തന്നെ ഹാർനസ്. ഇത് ഏത് പല കളറിലും ഉണ്ടാക്കാം. 3 ലെതർ, 2 ഗ്ലാസ്, 1 വൂളും മതി. നമുക്കൊരു ബ്ലാക്കിൽ അങ്ങ് സെറ്റാക്കിയാലോ? ഏത്? സോ അതിന് 3 ലെതർ, 2 ഗ്ലാസ്, പിന്നെ വേണ്ട വൂള്. പിന്നെ വൂള് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും കൂടെ ഉള്ളത് വൂളാണ്. വേണ്ട, ഇഷ്ടംപടി വൂളാണ്. ഒരു ബ്ലാക്ക് വൂള് എടുക്കട്ടെ. സോ വേണ്ട ബ്ലാക്ക് ഹാർനസ്. ലെറ്റ്സ് ഗോ. സോ ഇനി ഇത് വളരട്ടെ, എന്നിട്ട് വേണം ഇതിൻ്റെ മേളിൽ ഇടാൻ. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു സംഭവം ഇവിടെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. നമ്മുടെ എന്നെ SP ഫാമിലേക്കുള്ളതിൻ്റെ കുറച്ച് അപ്ഗ്രേഡ്. സോ ഇവിടെ നിന്ന് ഇപ്പം നേരെ താരേക്ക് വരും. എന്നിട്ട് നേരെ ഇറങ്ങുക. SP എടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സോൾ സാൻഡ് വെച്ച് നേരെ മറ്റേ എലവേറ്റർ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടോ. മറ്റേ അങ്ങനെ കുറേ നേരം എടുക്കും മേളിൽ എത്താൻ. ഇത് ഷടേന്ന് അങ്ങ് മേളിൽ എത്തും. കണ്ടോ, ഞാൻ മേളിൽ എത്തി ചാടും. സോ ഇത് വളർന്നോ ഈ സാധനം? ഇതിനോട് വളരാത്ത. ഇത് ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് ആയി, എന്നിട്ടും വളരുന്നില്ല. സോ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമുക്കാണെങ്കിൽ കുറച്ച് സ്നോ ബോൾ സെറ്റാക്കണം. കാരണം മറ്റേ അതിനെ ഹാപ്പി ഗാസ്റ്റ് വളർന്നു കഴിയുമ്പോൾ അതിനെ വലുതാക്കാൻ വേണ്ടി നമുക്ക് സ്നോ ബോൾ ഫീഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ എങ്ങാണ്ടാണ് അത്. ഞാൻ ഇവിടെ പ്ലാങ്ക് വെച്ചിട്ടുണ്ട്. പണ്ടെങ്ങാണ് ഞാൻ ഇവിടെ വന്ന വേൾഡ് തുടങ്ങിയപ്പോൾ. ഇപ്പം ചത്തേനെ. ഇതിനെ വേൾഡ് ലോടാകത്താണോ അതോ നോക്കട്ടെ. എൻ്റെ പൊന്നു ഇച്ചാതിരിക്കീവ്. ഇപ്പം എന്തായാലും വേണ്ടി ചത്തേനെ. ഇച്ചാതിരിക്കും. എനിക്ക് ലോഡ് പോലും വന്നില്ല താര വരെ. ഇത് കൊള്ളാട്ടോ ഈ കേവ്. ഈ കേവിനെ ഞാൻ മറന്നുപോയി. ഈ കേവ് ഞാൻ പണ്ടെങ്ങാണ്ട് കണ്ടതാ. സോ ഇവിടെ എങ്ങാണ്ട് സംഭവം ഉള്ള അതേണ്ട അവിടെ. സോ ഇനി അവിടെ ചെന്നിട്ട് ഒരു 3-4 സ്റ്റാക്ക് സ്നോ ബോൾ എടുത്തിട്ട് ഓക്കെ 5-6 സ്റ്റാക്ക് സ്നോ ബോൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവാം. സോ ഇവിടെ നിന്ന് നമുക്ക് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ സ്പീഡ് ബ്രിഡ്ജ്. മറ്റേ ബെഡ് വാർസ് കളിക്കുന്ന ഓർമ്മയൊക്കെ വരുമോ ബെഡ് റോക്കിൽ? സോ ഇനി നമുക്ക് നേരെ ചെന്ന് ഇവൻ വളർന്നിട്ട് വേണം ഈ സ്നോ ബോൾ എടുത്ത് കൊടുക്കാൻ. ഓക്കെ, വീണ്ടും വന്ന് നോക്കിയിട്ട് ഇവൻ വളരുന്നുണ്ടോ? വളർന്നില്ല. പക്ഷെ അതിന് ലുക്കിന് ചെറിയൊരു വ്യത്യാസമുള്ള പോലെ ഇല്ലേ? സോ കുറേ നാളെ നമ്മുടെ അയൺ ഫാമിലേക്ക് വന്നിട്ട്. സോ നമുക്കൊന്ന് അയൺ ഫാം കൂടെ ചെന്ന് നോക്കാനേ. അയൺ ഫാം അധികം കാണത്തില്ലായിരിക്കും, കാരണം ഇവിടെ ഞാൻ AFK ഒന്നും അധികം നിൽക്കാറില്ല. സോ തുറന്ന് നോക്കട്ടെ. ഇത്രയും ഉണ്ടല്ലേ, നിറയാറായി. കൊള്ളാം. സോ കണ്ട അവന്മാർക്ക് സ്പോൺ ആകേണ്ട സ്ഥലം കണ്ട. വേറെ എത്ര സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ വന്നാണ് സ്പോൺ ആകുന്നത്.
എടാ നീയൊക്കെ ഇവിടെ വന്നിട്ട് വലിയ ഗുണമുണ്ടോ? നീ എന്തെങ്കിലും തരുമോ? ഓ എടാ ക്യാറ്റ്കസ് തരുന്നുണ്ട് ഇവൻ, കൊള്ളാം. പിന്നെ നോട്ടീസിലും ഇതിന് കുറച്ച് എമറാൾഡ് വേണം, ഞാൻ എമറാൾഡ് എടുക്കട്ടെ. സോ ഇതാണ്ട ഇവൻ്റെ ലുക്ക് മാറി, ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ലുക്ക് മാറി, ഇപ്പം വെളുത്ത് സുന്ദരനായിട്ടുണ്ട്. സോ എമറാൾഡ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് 34. ഇത് മതിയാവായിരിക്കും. ഒരു 5 നോട്ടീഷ്യല് 2-3 ക്യാറ്റ്കസ് അതൊക്കെ മതി. ഓ ഇതാണ്ടാ ഹാപ്പി കാസ്റ്റ്. ഓ ലെറ്റ്സ് ഗോ. ഓ ഹാപ്പി കാസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് വാങ്ങട്ടെ, ഒരു ക്യാറ്റ്കസ്, പിന്നെ 5 നോട്ടീഷ്യല്, പിന്നെ വീണ്ടും ഒരു ക്യാറ്റ്കസ്. ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ ഹാപ്പി കാസ്റ്റ്. സോ ഇനി നമുക്ക് ഇതിനെ എനിക്ക് തോന്നുന്നു ഇതങ്ങ് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വളരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓ സോറി അറിയാതെ ഒന്ന് അടിച്ചോ, അവൻ്റെ വിഷയമില്ല, ചാത്തുന്നില്ല. സോ ഇനി എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങോട്ടും കൊണ്ട് പിടിച്ച ഇങ്ങോട്ട് വരണ്ട നമ്മുടെ അടുത്തേക്ക്. അതേണ്ട വരുന്നുണ്ട്. സോ ഇനി ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് കയറാം. ലെറ്റ്സ് ഗോ. ആഫ്റ്റർ നമ്മളങ്ങനെ കയറി ഇതിൻ്റെ മുഖത്ത്. കൊള്ളാട്ടോ സംഭവം. എനിക്കിത് ഈ അപ്ഡേറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സംഭവം കൊള്ളാട്ടോ, അടിപൊളി. കൊള്ളാം. സോ ഇനി ഇതെങ്ങനെയാണ് ഇറങ്ങുന്നത്? ഇറങ്ങുക. ഉയ്യോ എനിക്ക് തോന്നുന്നത് ഇവനിങ്ങനെ പറത്തി വിട്ടാൽ മതിയായിരിക്കും. സോ അങ്ങനെ നമ്മുടെ ഹാപ്പി കാസ്റ്റ് എല്ലാം വളർന്നിട്ടുണ്ട്. സോ ഇതിനിങ്ങനെ വിട്ടാൽ മതിയായിരിക്കും, അങ്ങോട്ടൊന്നും പോകത്തില്ലായിരിക്കും. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സി ഗുഡ് ബൈ.